ഹലോ ഫ്രണ്ട്സ്. സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കേസ് കമൻറ്റ് എഴുതുക എന്നുള്ളതാണ്. പെർട്ടിക്കുലറായിട്ട് എല്ലാ ലോ സ്റ്റുഡൻസും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് ഒരു കേസ് കമൻറ്റ് എഴുതുക എന്നുള്ളത്. നിങ്ങൾ ഇപ്പോൾ LLB എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള കുട്ടികളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ്സാണോ ഏത് സെമസ്റ്ററാണ് പഠിക്കുന്നത്, ഒന്നിനും ഒരു വിഷയമല്ല. ബേസിക്കായിട്ട് എല്ലാവരും കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഹൗ ടു റൈറ്റ് എ കേസ് കമൻറ്റ് എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ അതാണ് പറയുന്നത്. ബേസിക്കായിട്ടും കുറച്ച് സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടോട്ടലും കോൺട്രാക്റ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്റ്റെപ്പുകൾ: ഫാക്ട്, ഇഷ്യൂ, കേസ് ലോ ഇൻവോൾവ്ഡ്, ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ, ജഡ്ജ്മെൻറ്റ് ആൻഡ് റീസൺ ഫോർ ജഡ്ജ്മെൻറ്റ്. ഇത് ഓരോ ടൈറ്റിലും എന്താണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സോ ഫോർ റൈറ്റിംഗ് എ കേസ് കമൻറ്റ് ദർ ഷുഡ് ബി 7 സ്റ്റെപ്സ്. ഇതൊരു ബേസിക്കാണ്. നിങ്ങൾക്ക് വേറെ ടൈപ്പിലും നിങ്ങൾക്ക് കേസ് കമൻറ്റ് എഴുതാവുന്നതാണ്. ബട്ട് ബേസിക്കായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫാക്ട്സ് ഓഫ് ദ കേസ്, ദെൻ ഇഷ്യൂ ഓഫ് ദ കേസ്, ദെൻ കേസ് ലോ ഇൻവോൾവ്ഡ്, ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ, ജഡ്ജ്മെൻറ്റ് ആൻഡ് റീസൺ ഫോർ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ ടൈറ്റിലിൻ്റെയും കീഴിൽ എന്തൊക്കെ നമ്മൾ എഴുതുന്നുള്ളത്. ബട്ട് നിങ്ങൾക്ക് ഈ ഫർദർ നിങ്ങൾക്ക് വിത്ത് എക്സാമ്പിൾ, വിത്ത് എ കേസിലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സജസ്റ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോസിൽ അത് പറയാവുന്നതാണ്. സോ യെസ്, വി ക്യാൻ കം ടു ദ പോയിൻറ്റ്. ഫാക്ട്സ് ഓഫ് ദ കേസ് എന്ന് പറഞ്ഞാൽ ഈവൻ നിങ്ങൾക്ക് എന്താ പറയുക, എക്സാമിനേഷനിൽ you will be given or you will be getting a question. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരിക. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കേസ് ലോ റിലേറ്റഡ് ആയിട്ട് ആണ് വരുന്നത്. സോ all you have to do is that ജസ്റ്റ് നിങ്ങൾ ആ കേസ് ലോ വായിച്ച് നോക്കുക. 3 ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി ഉണ്ടാവുക. അതിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. സോ 2 നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, 10 മാർക്സ് ഈച്ച്. അപ്പോൾ ഇതിനകത്ത് ഫാക്ട്സ് ഓഫ് ദി കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 5 സെൻറ്റൻസിലായിരിക്കും കേസിനെ പറ്റിയിട്ട് നമ്മൾക്ക് പറയുന്നുണ്ടാവുക. അതിന് നിങ്ങൾ ഷോർട്ട് ആൻഡ് ചെയ്ത് 1 or 2 സെൻറ്റൻസസ് ആക്കിയിട്ട് വളരെ വളരെ ബ്രീഫായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ഫാക്ട്സ് ഓഫ് ദ കേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫാക്ട്സ് ഓഫ് ദ കേസ് മസ്റ്റ് ബി ബ്രീഫ് ആൻഡ് റെലവൻറ്റ്. നിങ്ങൾക്കത് പെട്ടെന്ന് ഒരാൾക്ക് മറ്റൊരാളിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഫാക്ട്സ് എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾക്കൊരു 5 or 6 സെൻറ്റൻസിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ വായിച്ച് നോക്കി വളരെ റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം കണക്ട് ചെയ്തിട്ട് യു ഹാവ് ടു റൈറ്റ് ഇൻ 1 or 2 സെൻറ്റൻസ്. ദാറ്റ്സ് എ ഫാക്ട്സ് ഓഫ് ദ കേസ്. നെക്സ്റ്റ് ഈസ് ഇഷ്യൂ ഓഫ് ദ കേസ്. ഇഷ്യൂ എന്ന് പറയുമ്പോൾ പല കുട്ടികളും തെറ്റിച്ച് കാണുന്നത്, നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: വെദർ A is the culprit or not, അങ്ങനെ എഴുതുന്നത്. വെദർ A is that or not, അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ എഴുതാനായിട്ട് സാധിക്കില്ല. എഴുതരുത്, ഗ്രാമറ്റിക്കലി അത് തെറ്റാണ്. സോ വെദർ A killed B or not, അല്ലെങ്കിൽ വെദർ A has committed any crime or not, അല്ലെങ്കിൽ വെദർ B has committed any crime or not. അങ്ങനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ദ കേസ് ഫ്രെയിം ചെയ്യേണ്ടത്, ഇഷ്യൂ എഴുതേണ്ടത്. അപ്പോൾ മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ഒരു കേസ് കമൻറ്റ് നമുക്ക് എഴുതാൻ തന്നിട്ടുണ്ട്, അതിനകത്ത് ഇഷ്യൂ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ 1 or 2 ആണ് ബെറ്റർ. 2 or 3 കൂടുതലായാലും കുഴപ്പമില്ല. ഇഷ്യൂസ് നിങ്ങൾ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ എഴുതി വയ്ക്കുക. ദാറ്റ്സ് ദ ഇഷ്യൂ ഓഫ് ദ കേസ്. ദെൻ വി കംസ് കേസ് ലോ ഇൻവോൾവ്ഡ്. കേസ് ലോ ഇൻവോൾവ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കേസ് ലോ ആണ് അതുമായി കറക്റ്റായിട്ട്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെയ്ൻസ് വേഴ്സസ് ഹാർവുഡ് അതാണെന്നുണ്ടെങ്കിൽ കേസ് ലോ ഇൻവോൾവ്ഡിനകത്ത് നിങ്ങൾ അതാണ് എഴുതേണ്ടത്. കേസ് ലോൻ്റെ പേര് ഒരൊറ്റ വരി എഴുതേണ്ടു ഇതൊക്കെ. സോ യു ഹാവ് ടു റൈറ്റ് ദാറ്റ് പെർട്ടിക്കുലർ നെയിം ഓഫ് ദ കേസ് ലോ. If you don't know the case law, you just write any case law which is related to that topic. ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് കേസ് ലോ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ റിലേറ്റഡ് കേസ് ലോ എന്ന് കൊടുത്തിട്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ്. സോ നിങ്ങൾക്ക് തീരെ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ദാറ്റ് ക്യാപ്ഷൻ, ആ ക്യാപ്ഷനെ എഴുതണ്ട. അതർവൈസ് ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് എന്താ പറയുക, എന്തെങ്കിലും ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കേസ് ലോൻ്റെ പേര് എഴുതുക, അല്ലെങ്കിൽ റിലേറ്റഡ് കേസ് ലോ എഴുതുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ കേസ് ലോ ഇൻവോൾവ്ഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ലോ ഇൻവോൾവ്ഡ്. ലോ ഇൻവോൾവ്ഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് കേസ് വന്നിട്ടുള്ളത് നെഗ്ലിജൻസിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് നെഗ്ലിജൻസ്. അതാണ് ലോ ഇൻവോൾവ്ഡ്. ഏത് ടോപ്പിക്കിൻ്റെ താഴെയാണ് ഇത് വരുന്നത്, ദാറ്റ്സ് ടു ബി നോട്ടഡ്. സോ ദാറ്റ്സ് ദ ലോ ഇൻവോൾവ്ഡ്. പിന്നെ പ്രൊവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലത്. ഇഫ് കൊയേഷൻ ആണ് വരുന്നതുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് ഇൻ സെക്ഷൻ 16.
ആ ഭാഗത്താണ് വരുന്നത്. അല്ലെങ്കിൽ ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് ഇറ്റ്സ് ഇൻ സെക്ഷൻ 17. അപ്പോൾ നിങ്ങൾ ഫ്രോഡ് ബ്രാക്കറ്റിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 17 കൊടുക്കാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് യു ക്യാൻ ആഡ് പ്രൊവിഷൻ ഇൻവോൾവ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്നിട്ട് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തിട്ടും എഴുതാം ആസ് യുവർ നീഡ്. പിന്നെ വരുന്നത് ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ. ഇതാണ് നമ്മൾ എഴുതുന്ന ഈ കേസ് കമൻറ്റ് എഴുതുന്നതിൽ ഏറ്റവും ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ എഴുതേണ്ട ഒരു ഭാഗം. ഓൾമോസ്റ്റ് നിങ്ങൾ 2 or 3 പേജസ് നിങ്ങൾ എഴുതേണ്ട ഒരു ഭാഗമാണ്. ദാറ്റ് ഈസ് വാട്ട് we are calling it as issue in detail, which means we have framed 2 or 3 issues. നമ്മൾ ഓൾറെഡി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. We have to explain each issue വിത്ത് പ്രൊവിഷൻ ആൻഡ് ലോ. നമ്മൾ എന്ത് ലോ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, എന്ത് കൈൻഡ് ഓഫ് സെക്ഷൻസ്, ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് ഇവിടെ വരുന്നത് എന്ന് കറക്റ്റായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇഷ്യൂസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ. സോ അതിന് നല്ല മാർക്ക് ഉണ്ട് എക്സാമിനേഷന്. സോ യു ഹാവ് ടു എന്താ പറയുക, നല്ല അവെയർ ആയിട്ട് വേണം അത് എഴുതാനായിട്ട് ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ. ദെൻ നിങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾക്കത് നല്ലതാണ് മാർക്ക് സ്കോർ ചെയ്യാൻ. ദെൻ കംസ് ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇഷ്യൂ ഫ്രെയിം ചെയ്തതിൻ്റെ ഒരു ആൻസർ പോലെയാണ് ജഡ്ജ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ വെദർ എ കിൽഡ് ബി എന്നാണെന്നുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഷുഡ് ബി, ഇപ്പം അതാണെന്നുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഷുഡ് ബി യെസ് എ ഈസ് ദ കൾപ്രിറ്റ് അല്ലെങ്കിൽ എ കിൽഡ് ബി. അങ്ങനെ മാത്രം എഴുതുക. ഒരു 1 or 2 സെൻറ്റൻസിനകത്ത് നമ്മൾ എന്തൊക്കെ ഇഷ്യൂസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആൻസർ പോലെ ഇന്നത് സംഭവിച്ചു, ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്, നെഗ്ലിജൻസ് നടന്നിട്ടുണ്ട്, ന്യൂയിസൻസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എഗെയിൻസ്റ്റ് പബ്ലിക് ഒരു റൈറ്റിൻ്റെ വയലേഷൻ നടന്നിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളവിടെ എഴുതിയിരിക്കണം. നെക്സ്റ്റ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റീസൺ ഫോർ ജഡ്ജ്മെൻറ്റ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു കോട്ട് നിങ്ങളിനി ബുള്ളറ്റ് പോയിൻറ്റ്സിൽ യു ഹാവ് ടു റൈറ്റ് ഇതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ റീസൺ. ഇങ്ങനെ ജഡ്ജ്മെൻറ്റ് വരാനുള്ള പെർട്ടിക്കുലർ റീസൺസ് നിങ്ങൾ എഴുതുക. 1, 2, 3 നിങ്ങൾ അതിൻ്റെ റീസൺസ് ആയിട്ട് പോയിൻറ്റ്സ് എന്നല്ല ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതുക. അതാണ് ബേസിക് ആയിട്ടും വരേണ്ടത്. അപ്പോൾ റീസൺ ഫോർ ജഡ്ജ്മെൻറ്റ് യു ക്യാൻ റൈറ്റ് ഇൻ 3 or 4 പോയിൻറ്റ്സ് ബേസിക്കലി അക്കോർഡിംഗ് ടു യുവർ ഇഷ്യൂ അനുസരിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാം. സോ ഫാക്ട്സ് നമ്മൾ പറഞ്ഞു, ഇഷ്യൂ പറഞ്ഞു, കേസ് ലോ പറഞ്ഞു, ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ പറഞ്ഞു, ജഡ്ജ്മെൻറ്റ് ആൻഡ് റീസൺ ഫോർ ജഡ്ജ്മെൻറ്റ്. ഇത്രയും 7 പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് ബേസിക് സ്റ്റെപ്പാണ്. ഈ ഓരോ സ്റ്റെപ്സ് ഫാക്ട്സ്, ഇഷ്യൂ, അങ്ങനെയുള്ള 7 steps എന്ന് പറഞ്ഞാൽ ബേസിക്കാണ്. ഇഫ് നിങ്ങൾക്ക് ഇതിനും വ്യത്യാസം വേണം ഓർ ഇഫ് യു വാണ്ടഡ് ടു നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹൈ ലെവലിലാണ് ഈ സ്റ്റെപ്സ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ നെതർ മെത്തേഡ്, നോ ഇഷ്യൂ. ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു കേസ് കമൻറ്റ് നിങ്ങൾ ഫസ്റ്റ് ഇയർ ഉള്ള കുട്ടികളോ അല്ലെങ്കിൽ ഫസ്റ്റ് സെം അത്രേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് how to write a case comment. So you can follow these steps. Okay, നല്ല വൃത്തിക്ക് നിങ്ങളിത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ലോ സബ്ജക്ട്സിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിക്കോസ് എത്ര നിങ്ങൾ വർക്ക് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മാർക്കിൽ അത് കാണും. സോ വർക്ക് മോർ, you will get more mark. Okay, so that's it for today's session. So thanks for listening me. If you have any kinds of doubts regarding this session, you can just comment in the comment box. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി റിലേറ്റഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, if you are you can understand this video, then just give a thumbs up, just like, share and comment. Okay, so see you soon in the next videos. Okay, bye guys, thank you.